ഇവിടുത്തെ ഈ ഒറ്റയ്ക്കുള്ള അലച്ചിലും ബുദ്ധിമുട്ടും ഒക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ പോവുക. എനിക്ക് എന്തോന്ന് അലച്ചില്? അത് കണ്ടു നിൽക്കുന്ന ഞങ്ങൾക്കല്ലേ അറിയാൻ പറ്റൂ. അതിനുള്ള ഹെൽത്ത് ഉണ്ടെങ്കിലും സാരമില്ലായിരുന്നു. എനിക്ക് എന്റെ ആരോഗ്യത്തിനോ ഒരു കുഴപ്പവും ഇല്ല. ഇന്ദുവിനേക്കാൾ ഹെൽത്തിയാ അമ്മ. ഉണ്ടോന്നുള്ളതല്ല, അമ്മയ്ക്കതിന്റെ ആവശ്യമില്ലല്ലോ. അമ്മയുടെ പ്രായത്തിലൊക്കെ പുറത്തുള്ളവർ ചെയ്യുന്നത് എന്താണെന്നറിയോ? നല്ല കംഫർട്ടബിൾ ആയിട്ട് എല്ലാ പണിയും ഒതുക്കി അതിനുള്ള സ്ഥലങ്ങളുണ്ട്. പറ്റിയ ഒരു സെന്റർ നോക്കി അങ്ങോട്ടങ്ങ് മാറും. മെന്റലായിട്ടും ഫിസിക്കലായിട്ടും ഒരേ പ്രായത്തിലുള്ളവരുടെ കമ്പനിയും കൂടി ആകുമ്പോ കാണണം ചിലരൊക്കെ എന്ത് ഹാപ്പിയാണെന്നറിയാവോ. അങ്ങനെ ഒരു സ്ഥലം അമ്മയെ കൊണ്ടുവന്ന് കാണിക്കാൻ പോവുക. എന്നിട്ടൊന്നുമില്ല, അവിടെ ഒരു പണിയില്ല. വെറുതെ ഇരിക്കുക. വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങ് ഇരിക്കുകയല്ല. TV കാണാം, വീഡിയോ കാണാം, പ്രെയർ ഉണ്ട്, എക്സർസൈസ് ഉണ്ട്, സകല ഡെയിലീസും പീരിയോഡിക്കൽസും കിട്ടും. ദിവസവും ഡോക്ടർ വരും, നോക്കും. എത്ര ദൂരെയുള്ള ബന്ധുക്കളായാലും എപ്പോഴും അവരുമായിട്ട് ടച്ചിലിരിക്കാം. വേണേൽ 10 ദിവസം ആരുടെയെങ്കിലും കൂടെ പോയി നിൽക്കണമെന്ന് തോന്നിയാൽ അങ്ങനെ ചെയ്യാം. വീട് പോലെ തന്നെ, പക്ഷേ കുറെ കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വീട്. അമ്മ അത്തരം സ്ഥലത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? സ്വർഗലോകം എന്ന് കേട്ടിട്ടുണ്ട്. അവിടെ ഇതുപോലെ ആർക്കും പ്രത്യേകിച്ച് ഒരു പണിയില്ല. അവിടെ പിന്നെ ആടാം പാടാം അങ്ങനെയും കൂടെയൊക്കെ ഉണ്ട്. അയ്യോ അമ്മ, ഇത് സ്വർഗലോകമല്ല, ഇതിന്റെ പേര് ശരണാലയം. നാരായണൻകുട്ടി ഇത് വല്ലതും കേട്ടായിരുന്നോ? ഇവിടെ നിൽക്കുന്നതിനെ കുറിച്ചൊക്കെയാ ഇവൻ പറയുന്നേ. ഞാൻ ചേട്ടനുമായിട്ട് ഇതെല്ലാം ആലോചിച്ചതാ. ആണോടാ? ഏതാണ്ടെല്ലാം പറഞ്ഞു. അപ്പോ നീയും കൂടെ അറിഞ്ഞോണ്ടാണോ എന്നോട് ഇത് ഒളിച്ചു വെച്ചത് ഇത്രയും നാളും? ബാംഗ്ലൂരിൽ ഫ്ലാറ്റ് വാങ്ങിക്കാൻ മണി കുറെ കാശ് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ കാശ് വേണം, അതിന് ഈ വീട് കൊടുത്താലോ എന്നവൻ എന്നോട് ചോദിച്ചു. അവന്റെ ഷെയറിലാ വീട്. എനിക്കത് ഈ തലയിടാനൊക്കെ ഇല്ല. അങ്ങനെ അങ്ങ് പറഞ്ഞാൽ അത് മുഴുവൻ ശരിയാകില്ല. അമ്മ ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ താമസിക്കുന്നത് ശരിയല്ല. ഒന്നുകിൽ നമ്മുടെ ആരുടെയെങ്കിലും കൂടെ വന്ന് നിൽക്കണം. അത് എത്ര പറഞ്ഞാലും കേൾക്കില്ല. അതുകൊണ്ട് കുറെ കൂടെ നോക്കാനും കാണാനും ആളും സൗകര്യമുള്ള സ്ഥലത്തേക്ക് മാറ്റുന്നു. ഇതൊക്കെ ആലോചനയുടെ സ്റ്റേജിൽ ഇരിക്കുന്ന കാര്യങ്ങളാണ്. എല്ലാരും കൂടെ വന്നിരുന്ന് ഡിസ്കസ് ചെയ്താൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. അതിനാരും തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞാ വീടും പറമ്പും ഗോപന്റെ ഷെയറാ. അതെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ചെയ്തോണം. അമ്മ അങ്ങനെ ആരുടെയും പ്രത്യേക ഷെയറിലല്ലോ. എന്നാ എല്ലാരോടും പോട്ടെ മക്കളെ. അമ്മൂമ്മയോടൊന്ന് ഫോൺ ചെയ്യണം. ചെയ്യാം. ഇന്ന് വിളിക്കണം. ഇന്നിപ്പോ എന്താ വിളിക്കാൻ? നാളെ വിളിക്കാം. എപ്പോ? നാളെ രാവിലെ. രാവിലെ എത്ര മണിക്ക്? മോള് പലഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ അമ്മൂമ്മ വിളിക്കാം, കേട്ടോ? പശുവിന്റെ ആടിന്റെയും കാര്യമൊക്കെ ഞാൻ അമ്മിണിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതവക്കാ. അതവള് നിങ്ങൾ പോയിട്ട് വേണ്ടതുപോലൊക്കെ ചെയ്തോളും. അതുവരെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ ഇവിടെ നിന്നോട്ടെ. നടക്കുമെന്ന് തോന്നുന്നില്ല. ഏതെങ്കിലും കാരണവശാൽ എന്നെ ഈ പുരയിടത്തിൽ തന്നെ ദഹിപ്പിക്കാൻ ഇടയായ ആ മാവ് തന്നെ വെട്ടണം. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഞാനിപ്പോ എങ്ങോട്ടോ പോവാണല്ലോ. നിങ്ങളാരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാൻ അങ്ങോട്ട് വരരുത്, പിള്ളേര് പോലും.